ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഗ്രേഡ് 8 റേഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനുമായിട്ടാണ്. നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് കണ്ടതിന് ശേഷം മാത്രമേ അത് കാണാവൂ. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവിടെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെയായിട്ട് എല്ലാറ്റിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കാണണമെന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ നോക്കാം. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് -2/3 × 3/5 + 5/2 - 3/5 × 1/6. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? നമുക്ക് ഓരോ ടേംസിനെ ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഏതെല്ലാം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം? നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണോ ഇവിടെ യൂസ് ചെയ്തത് അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഒരു ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കണം എന്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് എഴുതി നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് -2/3 × 3/5 + 5/2 - 3/5 × 1/6 അല്ലേ? ഇനി നമുക്ക് കാണുന്നുണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈനാണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉണ്ട്. ഇത് പ്ലസ് മൈനസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷനുള്ള ടേംസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ ടേം ഒന്നായിട്ട് മാറും അല്ലേ? ഒറ്റ ടേമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ആ 2 ടേമിനെ ഒന്ന് അടുത്തേക്ക് എഴുതിയിട്ട് മറ്റു ടേമിനെ ലാസ്റ്റിലോട്ട് എഴുതി കൊടുക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്തായിരുന്നു? A + B = B + A. എയുടെയും ബിയുടെ ഓർഡർ ഒരു പ്രശ്നമല്ല, മാറിക്കഴിഞ്ഞാലും ആൻസർ സെയിമാ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഓർഡർ ഒന്ന് മാറ്റിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഈസി ആവും. ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? -2/3 ഇവിടെ എഴുതിയിട്ടുണ്ട്, × 3/5 എഴുതി, എന്നിട്ട് ഈ -3/5 × 1/6 അതിനടുത്തോട്ട് എഴുതി കൊടുക്കാം. -3/5 × 1/6. പിന്നെ നമുക്ക് ഈ ഒരു ടേമിനെ ഇവിടെ എഴുതി കൊടുക്കാം +5/2. ഇപ്പോൾ നോക്കൂ, എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. -2/3 × 3/5 ഇവിടെ ഉണ്ട്, 5/2 ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞ് -3/5 ഇതേ ഇവിടെ ഉണ്ട്, 1/6 ഉണ്ട്. ആരും ഇങ്ങോട്ട് പോയില്ല. നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ റീ അറേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പ്രോപ്പർട്ടി എന്തായിരുന്നു? നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ആ പ്രോപ്പർട്ടി അറിയാമല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നുകൂടെ പോയി കാണണം. എന്നിട്ട് വേണം നമുക്ക് ഈ സൊല്യൂഷൻസ് ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ എഴുതിയതിൽ എന്തെങ്കിലും കോമൺ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കൂ, -2/3 × 3/5 - 3/5 × 1/6. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 3/5ഉം 3/5ഉം കോമൺ ആയിട്ടുണ്ട് അല്ലേ? ഈ കോമൺ ആയിട്ടുള്ള 3/5നെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 3/5നെ ഞാൻ പുറത്തെടുത്തു. പിന്നെ ഈ 2 ടേമിലും ഈ ഒരു മൈനസ് സൈനും കോമൺ ആണല്ലോ. അപ്പോൾ ആ മൈനസ് സൈനിനെ ഞാനിവിടെ കൊടുത്തു. ഇനി നമുക്ക് ബാക്കി ടേംസിനെല്ലാം ബ്രാക്കറ്റിനകത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് -ഉം 3/5ഉം പുറത്ത് വന്നിട്ടുണ്ട്, ബ്രാക്കറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് 2/3 ആണ്, അതിവിടെ എഴുതി കൊടുക്കാം 2/3. ഇനി നമ്മുടെ കയ്യിൽ ഈ 3/5ഉം 3/5ഉം കോമൺ ആയിട്ട് പുറത്തുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് 1/6 ആണ്. അപ്പോൾ നമുക്കവിടെ +1/6 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് ബ്രാക്കറ്റിന് പുറത്ത് +5/2. ഡൗട്ടൊന്നുമില്ലല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവായി കണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിനൊക്കെ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യണം അല്ലേ? ആദ്യം നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ കാൽക്കുലേഷൻ ചെയ്യണം. ഇവിടെ പ്ലസ് ആണ്, ഒരു 2 ഫ്രാക്ഷൻസ് പ്ലസ്സോ മൈനസോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമ്മൾ 2 ഡിനോമിനേറ്ററിൻ്റെയും LCM കണ്ടുപിടിക്കണം. ഇവിടെ 3ഉം 6ഉം ആണോ ഉള്ളത്? അപ്പോൾ നമുക്കതിൻ്റെ LCM നോക്കാം. 3ഉം 6ഉം. അപ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം.
3 ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈം, പിന്നെ 2 എടുക്കാം 1. അപ്പോൾ 3 × 2 6, 3 × 2 6 ആണ് ഇതിൻ്റെ LCM. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കണം, 6 ആക്കണം. ഓൾറെഡി ഇവിടെ ഡിനോമിനേറ്റർ 6 തന്നെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ 6 ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെയും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ വാല്യൂ വ്യത്യാസം വരും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് റീറൈറ്റ് ചെയ്ത് കൊടുക്കാം. -3/5 ഇൻറ്റു 2 × 2 4/6 പ്ലസ് 1/6 പ്ലസ് 5/2. ഓക്കെ. ഇനി -3/5 ബ്രാക്കറ്റിനകത്ത് കാൽക്കുലേഷൻ ചെയ്യാം. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. 4 + 1 5 ആണ്, 6 അല്ലേ. 6 ആഡ് ചെയ്യരുത്. 6 അത് കോമൺ ആയിട്ടുള്ള ആ ഡിനോമിനേറ്ററിന് ഇവിടെ എഴുതി കൊടുക്കാനേ പാടുള്ളൂ. 6 + 6 12 എന്നൊന്നും ആരും എഴുതി കൊടുക്കരുത് കേട്ടോ. പിന്നെ പ്ലസ് 5/2. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താ, -3/5 ഇൻറ്റു 5/6 ആണ്. അങ്ങനെ ബ്രാക്കറ്റിനകത്ത് ഇവിടെ പ്ലസ്സോ മൈനസോ ഒന്നും ഇല്ലാതെ ബ്രാക്കറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം, മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് അല്ലേ. എന്നിട്ട് 5/2. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. 5 ഇവിടെ കട്ട് ചെയ്തു, ഇവിടുത്തെ 5ഉം കട്ട് ചെയ്തു, 1. ഇനി 3 ഇവിടെ 1 ടൈം, ഇവിടെ 2 ടൈംസ്. ഇനി നമുക്ക് ഇതിനൊന്നുകൂടി എഴുതി കൊടുക്കാം. -1 × 1 is -1/1 × 2 is 2 പ്ലസ് 5/2. ഓക്കെ. ഇനി എന്ത് ചെയ്യാം, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടെ എഡീഷനാണ് തന്നിട്ടുള്ളത്. -1 + 5 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. 5 - 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. വലുതിൻ്റെ സൈൻ പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവിടെയും സൈൻ പോസിറ്റീവാണ്. പിന്നെ 2 ഉണ്ട്, 2നെ ആഡ് ചെയ്യരുത്, ആഡ് ചെയ്യാതെ തന്നെ എഴുതണം. 4/2. ഇനി ഈ 4/2നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കാമല്ലോ. അപ്പോൾ 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 2/1. 2/1 എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, 2 മതിയല്ലോ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത പ്രോപ്പർട്ടി ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പോൾ 3/5നെ പുറത്തെടുത്തു, മൈനസ് സൈനും കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് എഴുതി കൊടുക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മളിതിന് യൂസ് ചെയ്തത് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, AB + AC = A × B + C. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാനത് ആദ്യത്തിൽ ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അങ്ങനെ കാൽക്കുലേഷൻ അങ്ങോട്ട് ചെയ്തു പോയതാണ്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണോ യൂസ് ചെയ്തത്. അതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ് കേട്ടോ, AB + AC = A × B + C. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ളൊരു ഫോമിലായിരുന്നു അല്ലേ. AB + AC ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് A പുറത്തെടുത്തു എന്ന് പറയുമ്പോൾ -3/5 ആണ് പുറത്തെടുത്തത്. കോമൺ ആയിട്ടുള്ള ഇവിടെ A കോമൺ ആണ്, അത് പുറത്തെടുത്ത പോലെ ഇവിടെ -3/5 പുറത്തെടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തു. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് ഈസിയാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 2/5 ഇൻറ്റു -3/7 -1/6 ഇൻറ്റു 3/2 പ്ലസ് 1/14 ഇൻറ്റു 2/5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, ഇവിടെ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ് റീഅറേഞ്ച്മെൻറ്റിൽ എന്താണ് നമുക്കൊരു കാര്യം കിട്ടാൻ നോക്കാം നമുക്ക്. ഇതിൽ രണ്ടിലും 2/5 ഒക്കെ അടുത്തായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. 2/5 2/5, അതുപോലെ തന്നെ ഇവിടെ 7 ഇവിടെ 14 ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരും അടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ഓർഡർ മാറ്റി നമുക്ക് കുറച്ചും കൂടി ഈസി ആയ രീതിയിൽ കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് 2/5 ആണല്ലോ, ഇവിടെ 2/5 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിനെ നമുക്ക് അടുത്തടുത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ 2/5 ഇൻറ്റു -3/7
പ്ലസ് 1/14 ഇൻറ്റു 2/5 ഇങ്ങനെ എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു ടേമും കൂടി എഴുതാത്തതുണ്ടല്ലോ. അതെ, ഈ ടേമിനെ ഞാൻ എഴുതിയിട്ടില്ല അല്ലേ ഇവിടെ. അപ്പോൾ അതിനെ ആ സൈനോട് കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതണം. -1/6 ഇൻറ്റു 3/2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കോമൺ ആയിട്ട് ആരാളുള്ളത്? 2/5 അല്ലേ. 2/5 കോമൺ ഉണ്ട്. പിന്നെ നേരത്തെ നമ്മൾ മറ്റേ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ കോമൺ ഉണ്ടായിരുന്നു, അത് എടുത്തിരുന്നു. ഇവിടെ മൈനസ് കോമൺ ഒന്നുമില്ല. അതുകൊണ്ട് ആരുടെ കൂടെയാണോ മൈനസ് ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ നിന്നോട്ടെ. കോമൺ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പുറത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 2/5 പുറത്തു വന്നു. ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്? ഇങ്ങനെ എഴുതുന്നതിന്, റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതിയതിന് നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇത് എഴുതി കൊടുക്കാൻ മറക്കരുത്. ഇത് ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതൽ നിർബന്ധമാണ്. നമ്മുടെ അടുത്ത് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഏതാണെന്നും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ കോമൺ ആയിട്ടുള്ള 2/5 നമുക്ക് പുറത്തെടുക്കാം. 2/5 പുറത്തെടുത്തു. ഇനി ബ്രാക്കറ്റിൽ 2/5 രണ്ടിൽ 2/5 ആണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ -3/7 എഴുതി, പ്ലസ് എഴുതി, 1/14 എഴുതി, ഇനി -1/6 ഇൻറ്റു 3/2 ഇത് എഴുതി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഈ പ്രോപ്പർട്ടി എന്താ, ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. നേരത്തെ ഞാൻ ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളത് ചെയ്തത് എന്നൊക്കെ കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ. B+AC = A ഇൻറ്റു B+C ഇങ്ങനെ എഴുതുന്നതിന് അല്ലേ. 2/5 ഞാൻ ഇങ്ങോട്ട് എഴുതി, 2/5. പിന്നെ ബ്രാക്കറ്റിനകത്ത് -3 × 2 -6 ആണ്, by 7 × 2 14 ആണ്, പ്ലസ് 1/14 മൈനസ് 1/6 ഇൻറ്റു 3/2. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള കാൽക്കുലേഷൻ ചെയ്യാം. 2/5 ഇൻറ്റു -6 + 1 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. ഇവിടെ 6 ആണ് വലിയ നമ്പർ. 6 - 1 = 5. 6ൻ്റെ കൂടെയുള്ള സൈന് മൈനസാണ്, അത് കൊടുത്തു. -5/14 മൈനസ്, ഇവിടെ നമുക്കിത് കട്ട് ചെയ്യാം. 6ൽ 3 2 ടൈംസ്, 3ൽ 3 1 ടൈം. ഇനി നമുക്ക് എന്ത് എഴുതാം? 1 × 1 1/2 × 2 4. ഓക്കെ, ഇനി 2/5 ഇൻറ്റു -5/14 മൈനസ് 1/4. ഇവിടെ 5ഉം 5ഉം കട്ട് ചെയ്യാം. നമുക്ക് 2ഉം 14ഉം കട്ട് ചെയ്യാം. അപ്പോൾ 1 × -1 എന്ന് പറയുമ്പോൾ -1 ആണ്. പിന്നെ ഇവിടുത്തെ 1 × 7 7 ആണ്, -1/4 കിട്ടി. ഇനി ഇവിടെ വീണ്ടും നമുക്ക് എന്ത് വേണം? 7ൻ്റെയും 4ൻ്റെയും LCM കാണണം. അതിൻ്റെ LCM കണ്ടിട്ട് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 7ൻ്റെയും 4ൻ്റെ എന്ന് പറയുമ്പോൾ LCM കാണുമ്പോൾ 7 × 4 ചെയ്യണം അല്ലേ. 7 × 4 എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പോൾ 7 28 ആക്കണമെങ്കിൽ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററും 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4നെ 28 ആക്കാൻ 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 1 × 4 4 മൈനസ് സൈൻ ഉണ്ട് അതിൻ്റെ കൂടെ, അത് കൊടുക്കാം. by 28 minus 7/4 × 7 28. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? -4 - 7 എന്ന് പറയുമ്പോൾ -11 ആണ് കിട്ടുന്നത്. പിന്നെ 28 എഴുതി കൊടുക്കാം. -11/28 ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ 11 വന്നതെന്ന് അറിയോ? ഇവിടെ രണ്ടും മൈനസാണ്. അപ്പോൾ ആ മൈനസ് സൈൻ കൊടുത്തു. 4 + 7 11 ആണ്. പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 28 എഴുതി കൊടുത്തു.
അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും 28 ഇവിടെ എന്താ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയല്ലോ, ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താ മൾട്ടിപ്ലൈ ചെയ്യാത്തത്, അങ്ങനെയൊക്കെ തോന്നും. ഇത് പ്ലസോ മൈനസോ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമ്മൾ ആ സെയിം ഡിനോമിനേറ്റർ തന്നെയാണ് ആൻസറിലും കൊടുക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസറാണ് എഴുതുക. മനസ്സിലായല്ലോ? അവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതാണോ ഡിനോമിനേറ്റർ ഉള്ളത് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതും. ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും വന്നപ്പോഴാണ് നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ ആർക്കും ഇനി ഡൗട്ടൊന്നുമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മുടെ വീഡിയോയെ കുറിച്ച് പറയണം. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും സഹകരിക്കുമല്ലോ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.